ഹായ് ഫ്രണ്ട്സ്, അസ്ലറ്റിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ട് ഒരു 1 വീക്ക് എബോ ആയി. കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നിവിടെ ഉള്ളത് എയർപോഡ്സ് പ്രോ 2 എന്ന പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ വാങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 2 ഇയേഴ്സ് എബോ ആയി. ലൈറ്റണിങ് പോർട്ടാണ് ഇതിൻ്റെത്, സി പോർട്ടല്ല. സോ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഈ 2025 എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, ഇനിയിപ്പോൾ പ്രോ 3 ഇറങ്ങാൻ പോവുകയാണ്, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് നോക്കണോ എന്നൊക്കെയുള്ളൊരു ഡിസ്കഷൻ നടത്താമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഭയങ്കര ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിലൊന്നും ഞാൻ പോകുന്നില്ല, കാരണം അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. എങ്കിലും ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ തരാം. ഓക്കെ, ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതൊക്കെ അൺബോക്സ് ചെയ്തിട്ട് കുറേ ആയതാണ്, ജസ്റ്റ് എന്നാലും നമുക്കൊന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് റീപാക്ക് ചെയ്തേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ പാക്ക് ചെയ്യും, ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു വാറൻറ്റി ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ഇത് കിട്ടും. ഇതിൻ്റെ കൂടെ ആപ്പിൾ സ്റ്റിക്കർ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, പിന്നെയുള്ളതാണ് എയർപോഡ്സ് പ്രോ 2. ഇതിങ്ങനൊരു കവർ ഉണ്ടാവും, ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, പിന്നെ ഈ ഒരു ബോഡി ഉണ്ടാവും. അതിനുശേഷം ലൈറ്റണിങ് സി എന്നാണ് പറഞ്ഞു വന്നത്. നമ്മളുടെ പഴയ ടൈപ്പ് പോർട്ട്, iPhone 13 സീരീസ് വരെ ഉണ്ടായില്ലേ, 14 സീരീസ് വരെ ആ ടൈപ്പ്. പിന്നെയുള്ളതാണ് ഡിഫറെൻറ്റ് എയർബഡ്സ്. നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എനിക്ക് ആ ഡിഫോൾട്ടായിട്ട് വരുന്ന ഒരു സ്മോൾ സൈസ് ആണെന്ന് തോന്നുന്നു, മീഡിയം ആണെന്ന് തോന്നുന്നു, അത് റെഡി ആയിരുന്നു ആ സൈസ്. ഇതിലിപ്പോൾ എക്സ്ട്രാ സ്മോൾ ലാർജ് എന്നീ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാനിത് അതൊന്നും മാറ്റിയിട്ടിട്ടില്ല. ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് കിടക്കാം. എയർപോഡ്സ് പ്രോ, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇതിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത് ബിൽഡ് ക്വാളിറ്റി ഗുഡ് ബിൽഡ് ക്വാളിറ്റിയാണ്. ഭയങ്കര അടിപൊളിയാണെന്ന് വെച്ചാൽ അല്ല, എന്തായാലും ഒരു ഗുഡ് ക്വാളിറ്റിയാണ്. ഇവിടെ ഒരു ലൈനിയാർഡ് പോർട്ടുണ്ട്. ഇവിടെ നമ്മുടെ ലൈറ്റണിങ് പോർട്ട്, ഇപ്പോൾ വരുന്ന മോഡലിന് സി ടൈപ്പാണ്. പിന്നെ ഇവിടെ ഒരു സ്പീക്കർ ഗ്രില്ലുണ്ട്. ഇതെനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു, കാരണം നമ്മളിപ്പോൾ ഫൈൻ മൈലൊക്കെ നമ്മളിപ്പോൾ എയർപോർട്ട് എവിടെയാണ് മിസ്സായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഐഫോണൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഫൈൻ മൈൽ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇതിന്നൊരു ബീപ്പ് സൗണ്ട് അടിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ നാവിഗേഷനും വരും മാപ്പിൽ, പക്ഷേ ഈ ഒരു സൗണ്ടും കൂടി വരും. പറ്റുമെങ്കിൽ ഞാനതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡിങ് കാണിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, പിന്നെയുള്ളതാണ് നമ്മളുടെ അശാൻ എയർപോഡ്സ് ഇയർബഡ്സ് ആണിത്. ഈ 2 ബഡ്സ്. ഇതിൻ്റെ സ്പെക്കും ഇവിടെയൊക്കെ നോയിസ് ക്യാൻസലേഷൻ മൈക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻസറും ഉണ്ട്. ഇത് സെൻസറാണ്, കണ്ടില്ലേ? ഇവിടെ ഈ ഒരു എഡ്ജിൽ തട്ടുമ്പോഴാണ് ഇത് ചാർജ് ആവുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സ്പെക്സ് ഞാനൊന്ന് പറയാം. ജസ്റ്റ് ഒരു സമ്മറി പോലെ പറയാം. ഇതിൻ്റെ ചിപ്പ് വരുന്നത് ആപ്പിൾ H2 ഹെഡ്ഫോൺ ചിപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ആപ്പിളിൻ്റെ U1 ചിപ്പ് എന്നുള്ള മാക്സൈഫ് ചിപ്പ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൺട്രോൾസ് വരുന്നത് നമ്മളിപ്പോൾ ബേസിക്കലി ഇവിടെയാണ് ടാപ്പ് ചെയ്യുക. നമ്മളിപ്പോൾ ഇത് ചെവിയിൽ വെച്ചാൽ ഈ സ്റ്റെമ്മിൽ ഇവിടെ കാണില്ല, ഇവിടെയാണ് പ്രസ്സൊക്കെ ചെയ്യുക. പ്രസ്സല്ല, ജസ്റ്റ് ഒരു സെൻസറാണിത്. ഇവിടെ വൺസ് നമ്മൾ പ്രസ് ചെയ്താൽ പ്ലേ പോസ് ആവും. പിന്നെ കോൾ എൻഡ് ചെയ്യാൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ട്വൈസ് പ്രസ് ചെയ്താൽ പിന്നെ എന്താ പറയുക, ഫോർവേഡ് ബാക്ക്വേഡൊക്കെ ആവും. അങ്ങനെ ഓപ്ഷൻ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. പിന്നെ ലോങ് പ്രസ് ചെയ്താൽ നമുക്ക് ഒന്നുകിൽ സ്റ്റീരിയോ ഓപ്ഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ നോയിസ് ക്യാൻസലേഷൻ മോഡൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും, സ്വിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നോയിസ് ക്യാൻസലേഷന് 3 മോഡുണ്ട്. ഒന്ന് നോയിസ് ക്യാൻസലേഷൻ, നമ്മുടെ ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥ, ജസ്റ്റ് നമ്മൾ എന്താണോ കണ്ടൻറ്റ് കേൾക്കുന്നത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതാണ് ട്രാൻസ്പാരൻസി മോഡ്. അതിൽ നമുക്കെല്ലാം പുറത്തുള്ളത്, നമ്മൾ ഇയർഫോൺ വെക്കാത്ത പോലത്തെ ഒരു ഫീലിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മോഡാണത്. കാരണം ഇത് വെച്ചാലും നമ്മൾ പുറത്തുള്ളതൊക്കെ അവരായിരിക്കും. മറ്റ് രീതിയിലാകുമ്പോൾ നമ്മളിപ്പോൾ ആരെങ്കിലും വിളിച്ചാലും നമ്മളൊന്നും അറിയില്ല. ഇതാകുമ്പോൾ നൈസാണ് ഓപ്ഷൻ. പിന്നുള്ളത് അഡാപ്റ്റീവ് മോഡ്, അതായത് നമ്മുടെ പുറത്തുള്ള എൻവിറോൺമെൻറ്റൽ സൗണ്ടിന് അനുസരിച്ചിട്ട് ഇതിൻ്റെ ഹെഡ്ഫോണിലെ വോളിയം ഈ നോയിസ് ക്യാൻസലേഷനും ട്രാൻസ്പെറൻസിയും ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവും. ഓക്കെ, പിന്നെയുള്ളൊരു അടിപൊളി ഫീച്ചറാണ് സ്പേഷ്യൽ ഓഡിയോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചറാണ്. അതായത് അത് ഇനേബിൾ ചെയ്യുമ്പോൾ ഞാൻ കണ്ടൊരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മളുടെ ഇതിൻ്റെ വോളിയം നല്ലൊരു സൗണ്ടിങ് നല്ലൊരു സറൗണ്ടിങ് സൗണ്ടായി മാറും. ഒരു 3D എഫക്റ്റ് തോന്നും. നമുക്കിപ്പോൾ ഒരു മൾട്ടിപ്പിൾ സ്പീക്കേഴ്സ് നമ്മുടെ റൂമിലോ അല്ലെങ്കിൽ ഒരു തിയേറ്ററിൽ നിന്ന് വാച്ച് ചെയ്യുന്ന അതൊരു എഫക്റ്റ് കിട്ടും. കറക്റ്റ് ഫിസിക്കലി നമ്മൾ ഇപ്പോൾ ഒരു തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുന്ന എഫക്റ്റ് പോലെ കിട്ടില്ല. അതെന്തായാലും അത് പോസിബിൾ അല്ല. പക്ഷെ ഒരു വെർച്വലി അങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് പറ്റുന്നുണ്ട്. അതിനൊന്ന് ഗിമ്മിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്.
പിന്നെയുള്ളത് ബേസൊക്കെ ഒന്ന് കൂടിയ ഒരു അടിപൊളി ലെവലായി മാറും. അപ്പോൾ അതിന് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി അടിപൊളി കേട്ടോ, നല്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റിയാണ്. സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് വലിയ കംപ്ലൈൻറ്റ് ഇല്ല, കാരണം എല്ലാം അടിപൊളിയാണ്. ബേസ് നല്ല ബേസ് ഉണ്ട്, നല്ല ട്രിപ്പിൾ ഉണ്ട്, മിഡും നല്ല അടിപൊളിയാണ്. അങ്ങനെ എല്ലാം കൊണ്ടൊരു നല്ല ബാലൻസ്ഡ് സൗണ്ടാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ അധികം വെയിറ്റ് ഒന്നുമില്ല, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, ക്യാരി ചെയ്യാൻ വളരെ എളുപ്പമാണ്. ചെറിയൊരു പൗച്ചൊക്കെ ഇട്ടോ നമുക്ക്, അല്ലെങ്കിൽ ഇവിടെ ഒരു ലാനിയടൊക്കെ കണക്ട് ചെയ്താൽ ഈസിലി നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. പക്ഷെ വീണാൽ എല്ലാം കൂടെ പുറത്ത് പോകും, അതാണ് പ്രശ്നം. ഇതൊന്ന് വീഴുമ്പോഴേക്ക് ഇത് ഓപ്പണായി ഇതിനുള്ള സ്റ്റെമ്മൊക്കെ ഈ ഇയർ എന്താ പറയുക ഇയർബഡ്സൊക്കെ പുറത്തേക്ക് പോകും. പക്ഷെ എന്നാലും ഇത് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. എൻ്റെ കയ്യിൽ നിന്ന് പല പ്രാവശ്യം വീണ് പോയിട്ടെങ്കിലും അങ്ങനെ പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ എയർപോഡ്സ് 3 ഉടനെ വരുമെന്ന് പറയുന്നുണ്ട്, Pro 3. അപ്പോൾ അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണോ വേണ്ടതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കാണേണ്ടി വരും. പക്ഷേ ഫോർ മീ ദിസ് ഈസ് മോർ ദാൻ ഇനഫ്. ഇതിൽ നമുക്ക് എന്തെങ്കിലും ഒരു കുറ്റമുണ്ടെങ്കിലല്ലേ എന്താ പറയുക ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ തോന്നുക, അങ്ങനെ എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഉള്ളത് ബാറ്ററി ലൈഫിൻ്റെ കാര്യമാണ്. ബാറ്ററി ലൈഫ് എനിക്കൊരു 4 to 5 hours ഓൾമോസ്റ്റ് കിട്ടുന്നുണ്ട്. ഞാൻ കറക്റ്റ് മെഷർ ചെയ്തിട്ടില്ല, എന്നാലും അറൗണ്ട് ഒരു 2 മൂവിയൊക്കെ ഓൾമോസ്റ്റ് വാച്ച് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് ഈ ഇയർ ബഡ്സിൻ്റെ ചാർജ് തീരുക. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇതിലിട്ടാൽ പിന്നെ ഒരു 2 times ചാർജ് ചെയ്യാനുള്ളൊരു ബാക്കപ്പ് ഈ കേസിനുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നല്ലൊരു ബാക്കപ്പായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ബ്ലൂടൂത്ത് 5.3 ആണ് ഇതിൽ ഉള്ളത്. അത്രയായിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഹിയറിംഗ് എയ്ഡ് എന്നുള്ളൊരു ഫീച്ചർ നമ്മളുടെ US ഒക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടും. അതായത് നമുക്കിത് ഇപ്പോൾ കേൾവി കുറവുള്ള ആൾക്ക് ഇത് വെച്ചാൽ ഇതൊരു ഹിയറിംഗ് ആഡ് പോലെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ആ ഫീച്ചർ നിലവിൽ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. പിന്നെ നമുക്കിപ്പോൾ ഐഫോണൊക്കെ ആണെങ്കിൽ അതിൻ്റെ എന്താ പറയുക കൺട്രി ചേഞ്ച് ചെയ്താൽ നമുക്ക് അങ്ങനെ കിട്ടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഐഫോണിൽ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഇതിൻ്റെ മൈക്രോഫോൺ ക്വാളിറ്റിയും. ആക്ച്വലി ഇപ്പം ഞാൻ പറയുന്ന സൗണ്ടൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവുക ഇതിൽ നിന്ന് എയർപോഡ്സിൽ നിന്ന് വരുന്ന സൗണ്ട് ആയിരിക്കും. എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഈ സൗണ്ട് ക്വാളിറ്റി. ഇതിൻ്റെ ഐ മീൻ മൈക്രോഫോൺ ക്വാളിറ്റി വെരി ബാഡ് ആണ്. ജസ്റ്റ് ഒരു കോളിനൊക്കെ പറ്റുന്നില്ലാതെ വേറെ നമുക്ക് വല്ല റെക്കോർഡ് ചെയ്യാനോ ഒന്നിനും പറ്റില്ല. ഒരു ഇത്രയും ഞാനിത് ഓൾമോസ്റ്റ് വാങ്ങിയത് 17,000 rupees ആ സമയത്ത് UAE നിന്ന് വാങ്ങിയതായിരുന്നു. അതുകൊണ്ടാണ് ആ റേറ്റ്. അല്ലെങ്കിൽ ഇവിടെ ഒരു 20,000 എബോവ് ആയിരുന്നു ഇതിൻ്റെ പ്രൈസ് വരിക. അപ്പം എനിക്ക് ഇതിൻ്റെ ആ ഒരു പൈസക്കുള്ള മൈക്രോഫോൺ ക്വാളിറ്റി ഇതിനുണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. ജസ്റ്റ് ഒരു 4,000 5,000 rupees വാങ്ങുന്ന ഇയർഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റി മാത്രമേ എനിക്കിതിന് ഫീൽ ചെയ്യുന്നുള്ളൂ. ഏതായാലും ബ്ലൂടൂത്ത് TWS മിക്കവാറും അത്ര സൗണ്ട് ക്വാളിറ്റി ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഞാൻ കുറച്ചുകൂടി ഇതിന് എക്സ്പെക്ട് ചെയ്തു. പക്ഷേ ഇതിന് അത്ര പോലും ഇല്ല. ഓക്കെ, ഇതിൻ്റെ ഓപ്ഷൻസ് ഞാൻ കാണിച്ചു തരാം. ബേസിക്കലി ഞാനിപ്പോൾ ഐഫോണായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ടോപ്പിൽ. അതിൽ സെറ്റിംഗ്സിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വരുന്ന കാര്യങ്ങൾ. ഇതിൻ്റെ എത്ര ബാറ്ററി പെർസെൻറ്റേജ് ഇപ്പോൾ ഉണ്ട്, എയർ ബഡ്സിൽ ഇപ്പോൾ എത്രയുണ്ട്, നോയ്സ് ക്യാൻസലേഷൻ മോഡ്, ട്രാൻസ്പെറൻസി, അഡാപ്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ലോങ് പ്രസ് ചെയ്യുമ്പോഴും ഷോർട്ട് പ്രസ് ചെയ്യുമ്പോഴൊക്കെ എന്തൊക്കെ ബിഹേവിയർ വേണമെന്നുള്ളത്, ലെഫ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ എന്ത് വേണം, റൈറ്റ് പ്രസ് ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് സിരി വേണോ അതോ നോയ്സ് കൺട്രോൾ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ വേണോ എന്നുള്ള ഓപ്ഷൻ, റൈറ്റിലും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഞാൻ ഒന്നിന് സിരിയും മറ്റതിന് റൈറ്റിന് നോയ്സ് കൺട്രോളാണ് കൊടുത്തത്. ഇത് കൊടുത്താൽ ഇതിൽ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻ ഇതിൽ വേണമെന്ന് കാണിക്കും. ഞാനെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓരോ തവണ ലോങ് പ്രസ് ചെയ്യുമ്പോൾ അത് സ്വിച്ച് ചെയ്യും. ഓഫ്, ട്രാൻസ്പെറൻസി, അഡാപ്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അങ്ങനെ മാറി വരും. പിന്നുള്ളത് കോൾ ആൻസർ ചെയ്യുമ്പോൾ എന്ത് വേണം, ഒരിക്കൽ പ്രസ് ചെയ്താൽ കോൾ ആൻസർ ആവും. കോൾ ആൻസർ ചെയ്തതിന് ശേഷം നമ്മൾ ഒരിക്കൽ പ്രസ് ചെയ്താൽ മ്യൂട്ട് ആവും, പിന്നെയും പ്രസ് ചെയ്താൽ അൺമ്യൂട്ട് ആവും, അങ്ങനെയൊക്കെ. പിന്നുള്ളത് ഓഡിയോയുടെ ഓപ്ഷൻസ്, പേഴ്സണലൈസ്ഡ് വോളിയം, അതായത് നമ്മളുടെ എൻവിറോൺമെൻറ്റിന് അനുസരിച്ച് ഈ ഓഡിയോ അഡ്ജസ്റ്റ് ആവും, സൗണ്ട് ലെവൽ അഡ്ജസ്റ്റ് ആവും. പിന്നെ കോൺവെർസേഷൻ അവയർനെസ്, അതായത് പുറത്തുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓപ്ഷൻ ആണെങ്കിൽ പോലും ആൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ ലൗഡ് സൗണ്ട് റിഡക്ഷൻ, അതായത് പുറത്തിപ്പോൾ പോലെ കോൺക്രീറ്റ് കട്ടിങ്ങോ അങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിൽ, ഭയങ്കര സൗണ്ട് നടക്കുകയാണെങ്കിൽ അതിന് ഓട്ടോമാറ്റിക്കലി ഇയർഫോൺ അനലൈസ് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്യും. നമുക്ക് അത്ര ഒരു ഹെവി സൗണ്ട് എക്സ്പോഷർ ഉണ്ടാവില്ല. പിന്നെ അഡാപ്റ്റീവ് ഓഡിയോയുടെ ഓപ്ഷൻ, അത് എങ്ങനെ വേണമെന്ന്. അഡാപ്റ്റീവ് ഓഡിയോ മീൻസ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിന് അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റൽ സൗണ്ടിനനുസരിച്ച് നോയ്സ് ക്യാൻസലേഷനും ട്രാൻസ്പെറൻസിയും അഡ്ജസ്റ്റ് ആയി വരും. പിന്നെ ഓട്ടോമാറ്റിക് ഇയർ ഡിറ്റക്ഷൻ, ഇത് എനേബിൾ ചെയ്താൽ നമ്മൾ ഇയർഫോൺ എടുക്കുമ്പോൾ ചെവിയിൽ വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കണക്ട് ആയി നമ്മളിപ്പോൾ വല്ല പാട്ട് കേൾക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് റെസ്യൂം ആവും. നമ്മൾ ചെവിയിൽ നിന്ന് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പോസ് ആവുകയും ചെയ്യും. ഓക്കെ, പിന്നുള്ളത് പേഴ്സണലൈസ്ഡ് സ്പേഷ്യൽ ഓഡിയോ. സ്പേഷ്യൽ ഓഡിയോ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു സറൗണ്ടിങ് സൗണ്ട് എഫക്റ്റ്. പേഴ്സണലൈസ്ഡ് ഓഡിയോ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ ഇയറിനെ
നമ്മൾ കേൾക്കുന്നതിനെയൊക്കെ അനലൈസ് ചെയ്തിട്ട് അതിന് അനുസരിച്ചിട്ട് ആ സ്പേഷ്യൽ ഓഡിയോയുടെ സൗണ്ട് ലെവൽ ഇത് സെറ്റ് ചെയ്യും. പിന്നെ മൈക്രോഫോൺ ഏതിൽ വേണം, രണ്ടും വെച്ചാൽ രണ്ടിലും കേൾക്കണോ, അല്ലെങ്കിൽ ലെഫ്റ്റ് എയർപോഡ് മാത്രമാണോ, അല്ലെങ്കിൽ റൈറ്റ് എയർപോഡ്സിൽ മാത്രമാണോ നമ്മൾ പറയേണ്ടത് എന്നൊക്കെ. ഇതിലുള്ളൊരു ഉപയോഗം നമ്മളിപ്പോൾ എപ്പോഴും റൈറ്റ് ഇയർപോഡ്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ അത് സെറ്റ് ചെയ്യാൻ മതി. ചില ആൾക്കാർ ഒരു ഇയർബഡ്സ് മാത്രമേ ഉപയോഗിക്കൂ, കാരണം കോളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അധികമെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാം ഈ ഓപ്ഷൻ. പിന്നെ ഹെഡ് ഗസ്റ്റർ, ഇത് പുതിയ വന്നൊരു ഓപ്ഷനാണ്, കുറച്ച് മുന്നേ ആയി, എന്നാലും റിലീസ് ചെയ്ത സമയത്ത് ഇതില്ലായിരുന്നു. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഹെഡ് ഷെയ്ക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഒന്നുകിൽ കോൾ കട്ട് ചെയ്യാം അല്ലെങ്കിൽ കോൾ ആൻസർ ചെയ്യാം, നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഒപ്റ്റിമൈസ് ദ ബാറ്ററി ചാർജിങ്, ഇത് നമ്മുടെ ഐഫോണിലുള്ള പോലെ തന്നെയുള്ള ഓപ്ഷൻ. അത് ഞാനിപ്പം ഇനേബിൾ ആണ് ചെയ്തിടാറ്, നല്ലതാണ് ബാറ്ററി ഹെൽത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫൈൻ മൈ നെറ്റ്വർക്ക്, അത് ഇനേബിൾ ചെയ്യുന്നത് എപ്പോഴും നല്ലത്. ഏതായാലും ഇത്രയൊക്കെയാണ് ഈ ആപ്പിൽ വരുന്ന കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ മൈക്രോഫോൺ ക്വാളിറ്റിയും. നിങ്ങൾക്ക് മൈക്രോഫോൺ ക്വാളിറ്റി എങ്ങനെ ഉണ്ട് എന്നാണ് തോന്നുന്നത്, അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ എയർപോഡ്സ് പ്രോ 2 കുറിച്ച് പറയാനുള്ളത്. എനിക്കറിയാം ഇതിൽ ഒരുപാട് ഫ്ലോസ് ഉണ്ട് എൻ്റെ വീഡിയോയിൽ. ഞാൻ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിഞ്ഞാൽ മാത്രമേ എനിക്കതൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റൂ. നമ്മളിത് വീഡിയോ ചെയ്യുമ്പോൾ നമുക്കത്ര മനസ്സിലാവില്ല എന്തൊക്കെയാണ് ഇതിൻ്റെ ഫ്ലോസ്. ഒരാൾക്ക് കാണുമ്പോഴേ പറയാൻ പറ്റൂ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എയർപോഡ്സ് പ്രോ 2 പറ്റിയുള്ള വല്ല ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വീഡിയോയുടെ ഫീഡ്ബാക്ക്, അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്തായാലും നിങ്ങൾ അറിയിക്കുക, തീർച്ചയായും അറിയിക്കാൻ പറ്റുകയാണെങ്കിൽ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്താ പറയുക പിന്നെയും വീഡിയോസൊക്കെ ഇടാൻ നമുക്കൊരു ഒരു എനർജി കിട്ടുകയുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഒരു ഫ്യൂലായി മാറും. അപ്പോൾ താങ്ക് യു, എല്ലാവർക്കും ഒരു ഗുഡ് ഡേ.